ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന അസാധ്യ തള്ളിന് ശേഷം അമേരിക്കയുമായി പ്രത്യേക ആത്മബന്ധം പുലർത്തുന്ന ടീച്ചറമ്മ ഇറക്കുന്ന ലേറ്റസ്റ്റ് തള്ള്, ഇടതില്ലെങ്കിൽ കേരളം നശിക്കും. ഇതൊക്കെ ഒരു ബോണസ് ആയിട്ട് കരുതിയാൽ മതി, എന്നും പ്രതീക്ഷിക്കല്ലേ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങിയ ജനോപകാരപ്രദമായ അടിസ്ഥാന നടപടികൾ തുടർന്നില്ലെങ്കിൽ കേരളം നശിച്ചു പോകും. ഇപ്പോ നമ്മൾ കാണുന്ന വിധത്തിൽ കേരളത്തെ നശിപ്പിച്ചെടുക്കാൻ ടീച്ചറമ്മയും കൂട്ടരും 10 കൊല്ലം കുറെ പണിപ്പെട്ടു. ഇനി കുറച്ചുകൂടി നശിപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി പൂർത്തിയാക്കണമെങ്കിൽ കുറച്ച് നാളും കൂടി കൊടുക്കണം എന്ന്. അങ്ങനെ ഒരു മോഹം തോന്നി. നടന്നു കിട്ടിയാച്ചാൽ ഒരു കളറാവൂലോ. ചെയ്തു പാതി വഴിയിലെത്തിയ നശീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമാണ് ടീച്ചർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡുകളിൽ ഡച്ച് മോഡൽ കുഴികൾ ഉണ്ടാക്കുന്ന ജോലികൾ ഭാഗികമായി അവർ പൂർത്തീകരിച്ചായിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം അവിടെയും ഇവിടെയും അനാഥമായി ഒഴുകി നടക്കാതെ ഒരു റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ കണക്കിന് റൂം ഫോർ റിവർ പദ്ധതി വിജയകരമായി അവർ പൂർത്തിയാക്കിയിരുന്നെങ്കിലും അതിലും കുറച്ച് മിനുക്ക് പണികൾ ഇനി ബാക്കിയുണ്ട്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. സ്കൂളിന്റെ മുറ്റത്തുകൂടി പോയ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ അനുഭവം ഇവർ നടത്തിയ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഉദാഹരിക്കാവുന്നതാണ്. എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു. ടീച്ചറിന് പ്രത്യേകം ആത്മബന്ധമുള്ള ആരോഗ്യ മേഖല ഏറ്റവും കൂടുതൽ പൂത്തുലഞ്ഞത് കഴിഞ്ഞ 10 വർഷങ്ങളിലാണ്. ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിക്കുന്ന കത്രികകളും ബ്ലേഡുകളും സൂചികളും മറ്റും ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ആളുകളുടെ ശരീരത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന നൂതന സാങ്കേതിക വിദ്യ, അത് ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തിയത് ഇടത് സർക്കാരാണ്. പാവത്തങ്ങളെ സഹായിക്കാൻ ഇച്ചിരി അഴിമതി കാണിക്കണേൽ അങ്ങ് കാണിച്ചേരേ. കൃത്യമായിട്ടുള്ള അലംഭാവം കാണിച്ചു എന്ന ഉത്തരവാദിത്വത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ മാതൃകയാകുകയായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ്. ലഹരി വ്യാപനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുക എന്ന സ്വപ്നം പാതി മുറിഞ്ഞ അവസ്ഥയിലാണിപ്പോൾ. അതൊക്കെ മുഴുവനായിട്ടൊന്ന് പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും കുറച്ച് നാളുകൂടി വേണം എന്നതാണ് ശൈലജ ടീച്ചർ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വരട്ടെ.